നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 343 343. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 5-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. 25-ാമത്തെ ശ്ലോകം മുതൽക്ക് 23-ാമത്തെ ശ്ലോകം മുതൽക്ക് പറയണം. നോക്കാം. ശസ്ത്രൈരസ്ത്രാന്വിതൈരേവം അനിർഭിന്നത്വം ത്വചം ഹരാം വിസ്മയം പരമാപന്നോ ദധ്യൗ പശുപതിശ്ചിരം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അസ്ത്രങ്ങളോടുകൂടിയ ആയുധങ്ങളാൽ ഇപ്രകാരം മുറിക്കപ്പെടാത്ത ത്വക്കോടുകൂടിയതിനെ കണ്ടിട്ട്, ആ ഒരു വാക്ക് മുറിക്കപ്പെടാത്ത ത്വക്കോടുകൂടിയതിനെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ വീരഭദ്രൻ്റെ മേലിൽ ചോര പൊടിപ്പിക്കുക പറ്റില്ല. അതങ്ങനെയാണ്, ആ ശരീരം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അനിർഭിന്നത്വം ചം എന്നാണ് പറഞ്ഞത്. അനിർഭിന്നത്വചം, മുറിക്കപ്പെടാത്ത ത്വക്കോട് കൂടിയതിനെ കണ്ടിട്ട് അത്യാശ്ചര്യത്തെ പ്രാപിച്ചിരിക്കുന്ന ശിവൻ അനേക നേരം, വീരഭദ്രൻ അനേക നേരം ശിവനെ ധ്യാനിച്ചു എന്നാണ്. അപ്പോൾ ചില ടെസ്റ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. അപ്പോൾ അത് ശരിയാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, മന്ത്രങ്ങളെ ഉച്ചരിച്ചും കൊണ്ട് ശസ്ത്രങ്ങളാൽ ദക്ഷൻ്റെ ശിരസ്സിനെ ഛേദിച്ചു. മന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ശിവനെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ തൊലിന്മേൽ കൂടി മുറിവ് തട്ടുന്നില്ല. ഇത് കണ്ടപ്പോൾ സാക്ഷാൽ ശിവസ്വരൂപനായ വീരഭദ്രൻ കുറേ നേരം ചിന്ത ചെയ്തു. അതായത് ശിവസ്വരൂപനായ ശിവൻ വീരഭദ്രൻ എന്നാണ്. വീരഭദ്രനും ശിവനും വ്യത്യാസമില്ല. കുറേ നേരം ചിന്ത ചെയ്തു. അപ്പോൾ മന്ത്രങ്ങളെ ഉച്ചരിച്ചും കൊണ്ട് ശസ്ത്രങ്ങളാൽ ദക്ഷൻ്റെ ശിരസ്സിനെ ഛേദിച്ചു. അതിൻ്റെ തോലിന്മേൽ കൂടി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ദക്ഷൻ്റെ മേലിൽ മുറിയാവണില്ല എന്നർത്ഥം. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒന്ന് റിവേഴ്സിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയാൽ മതി. ഇനി 24-ാമത്തെ ശ്ലോകം പറയുന്നു. ദൃഷ്ട്വാ സംജ്ഞപനം യോഗം പശൂനാം സപതിർമഘേ യജമാന പശോ കസ്യ കായാത്തേനാഹരശ്ചിരാം. പശുക്കളുടെ പാലകനായ ആ ഭഗവാൻ, പശുക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരൊക്കെ പശുക്കളാണ്. ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ പശുക്കൾ, ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിലോ അഹം ബ്രഹ്മാസ്മി. അപ്പോൾ യാഗത്തിൽ സംജ്ഞപന്നം എന്ന് പറയപ്പെടുന്ന കഴുത്തു പിടിച്ചിരിക്കുന്നതായ പ്രവൃത്തി, ഏത് മൃഗത്തിനെയാണ് ബലി കൊടുക്കുന്നത് അതിൻ്റെ കഴുത്ത് പിടിച്ച് തിരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് സജ്ഞപനം യോഗം. സജ്ഞപനം എന്ന് പറയപ്പെടുന്ന കഴുത്തു പിടിച്ചു തിരിക്കുന്നതായ പ്രവൃത്തി ഉപായത്തെ കണ്ടിട്ട് യജമാന പശുവായിരിക്കുന്ന ദക്ഷൻ്റെ ദേഹത്തിൽ നിന്ന് ശിരസ്സിനെ ഉപായത്താൽ ഹരിച്ചു. അതായത് യജ്ഞപശുവിൻ്റെ കഴുത്തു പിടിച്ച് തിരിക്കുന്ന പോലെ ഈ വീരഭദ്രസ്വാമി ദക്ഷൻ്റെ ശിരസ് അടർത്തിയെടുത്തു. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. സകല ജീവജാലങ്ങളുടെയും പാലകനായ ഭഗവാൻ വീരഭദ്രൻ ധ്യാനം നിമിത്തം യാഗത്തിൽ പശുവിനെ ശസ്ത്രം കൊണ്ട് സംഹരിക്കുകയല്ല, ശിരസ്സിനെ തിരിച്ചു കൊല്ലുകയാണ് സമ്പ്രദായം എന്ന് കണ്ടിട്ട്
യജമാനനാകുന്ന ദക്ഷനെ ഈ യാഗത്തിൽ പശുവാക്കി കൽപ്പിച്ച ശേഷം നിഷ്പീഡനം ചെയ്തിട്ട് ശരീരത്തിൽ നിന്ന് ശിരസ്സിനെ വേർപെടുത്തി. അപ്പോൾ യജ്ഞം ആരാ തുടങ്ങി വെച്ചത്? ദക്ഷൻ. പക്ഷേ ആ യജ്ഞത്തിൽ ദക്ഷനെ പശുവാക്കി വീരഭദ്രൻ യജ്ഞം നിറവേറ്റി. 25-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സാധുമാതസ്തദാ തേഷാം കർമ്മ തത്തസ്യ സംശതാം ഭൂതപ്രേതപിശാചാനാം മന്യേഷാം തദ്വിപര്യയാം. കണ്ടു നിന്നവരൊക്കെ അഹോ, അവർക്ക് ആശ്ചര്യം. ഈ ദക്ഷപ്രജാപതിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ച് യജ്ഞം ചെയ്യാൻ മാത്രം കേൾപ്പുള്ളവൻ ആരാണ്? ഇതാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവൻ്റെ ആ കർമ്മത്തെ സ്തുതിക്കുന്ന ആ ഭൂതപ്രേത പിശാചങ്ങളുടെ സാധുവാദവും, അതായത് കൈലാസത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ശിവൻ്റെ പരിചാരകന്മാർ അഹോ ആശ്ചര്യം നന്നായി എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരൊന്നും പറയില്ല. കാരണം അവരാരുടെ പക്ഷക്കാരാ? ദക്ഷൻ്റെ പക്ഷക്കാരാണ്. അപ്പോൾ ഇതരന്മാരുടെ അതിന് വിപരീതമായ വാദവും അവിടെ ഇരിക്കുന്നവർ മോശമായി തന്നെയാണ് പറഞ്ഞത്, കഷ്ടമായി. മറ്റവർ പറഞ്ഞത് നന്നായി. അങ്ങനെയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, എന്ത് ചെയ്താലും രണ്ടഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ഇതരന്മാരുടെ അതിന് വിപരീതമായ വാദവും അപ്പോഴുണ്ടായി. ഇനി അതിൻ്റെ എന്താ പറയുക, ഭാവാർത്ഥം. വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ്സിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയതിനെ കണ്ടിട്ട് രുദ്രാനുചരന്മാരായ ആ ഭൂതപ്രേത പിശാചങ്ങൾ സാധുവാദം ചെയ്തു. ദക്ഷൻ്റെ പക്ഷക്കാർ അസാധുവാദം ചെയ്തു. അങ്ങനെ ഉണ്ടായത്. 26. ജുഹാവൈതശ്ചിരസ്തസ്മിൻ ദക്ഷിണാത്മാവമർഷിതാം തദ്ദേവയജനം ദഗ്ധ്വാ പ്രാതിഷ്ഠൽ ഗുഹ്യകാലയം. ഇവൻ്റെ ശിരസ്സിനെ ആ ദക്ഷിണാഗ്നിയിൽ ക്രോധയുക്തനായിട്ട് ഹോമിച്ചു. ആ യജ്ഞശാലയെയും ദഹിപ്പിച്ചിട്ട് കൈലാസത്തെ പ്രസ്ഥാനം ചെയ്തു. ഗുഹ്യകാലയം എന്നാണ് കൈലാസത്തെ പറയുന്നത്. ആർക്കും അവിടെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഭഗവാന്റെ പെർമിഷൻ ഇല്ലാണ്ട് ആർക്കും അവിടെ എത്തപ്പെടാൻ പറ്റില്ല. അതാണ് ഗുഹ്യകാലയം എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ശിവനെ അപമാനിച്ചവൻ ദക്ഷൻ എന്നുള്ള വിചാരദാർഢ്യത്താൽ ഏറ്റവും കോപിച്ചിരുന്ന വീരഭദ്രൻ ദക്ഷശിരസ്സിനെ ആ ദക്ഷിണാഗ്നിയിൽ ഹോമിച്ച ശേഷം ആ യാഗശാലയും ദഹിപ്പിച്ചു. ശിവാജ്ഞയെ പരിപാലിച്ചു കഴിഞ്ഞതിനാൽ കൈലാസത്തിൽ ശിവനെ കാണാനായി പോകുകയും ചെയ്തു. കാര്യം മുടിച്ചു പോയി. ഇനി അപ്പോൾ അത് ഈ 5-ാമത്തെ അധ്യായം എത്രയേ ഉള്ളൂ? 26-ാമത്തെ ശ്ലോകം കൊണ്ട് കഴിഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ ധർമ്മപ്രകരണേ യജ്ഞവിനാശ നിരൂപണം നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് വേഗം അടുത്ത അധ്യായത്തിലേക്ക് പോവാം. അതെന്താ? ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 6-ാം അധ്യായം. മൈത്രേയാവാച. 2 ശ്ലോകം 1-2 ഒപ്പം പോവാ. അധ ദേവഗണാ സർവേ രുദ്രാനീകൈ പരാജിതാ ശൂലപട്ടിശനിസ്ത്രിംശ ഗദാപരിഗമുദ്ഗരൈഃ സംഛിന്ന ഭിന്ന സർവാംഗ സഹർത്തിക്സഭ്യാഭയാകുല സ്വയംഭുവേ നമസ്കൃത്യ കാർഷ്ണ്യേനൈതന്യവേദയന്. ഇതാണ് ശ്ലോകം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ രുദ്രൻ്റെ സൈന്യങ്ങളാൽ ശൂലാദികളായ ആയുധങ്ങൾ കൊണ്ട് ഏറ്റവും ഛേദിക്കപ്പെട്ടും ഭേദിക്കപ്പെട്ടും ഇരിക്കുന്ന സകല അവയവങ്ങളോടുകൂടിയവരും തോൽപ്പിക്കപ്പെട്ടവരുമായ എല്ലാ ദേവസമൂഹങ്ങളും സഭാവാസികളോടുകൂടിയ ഋത്തിക്കുകളും ഭയത്താൽ വ്യാകുലചിത്തന്മാരായിട്ട് ബ്രഹ്മാവിനായിക്കൊണ്ട് നമസ്കരിച്ചിട്ട് സമസ്തമായിട്ടും ഇങ്ങനെ നിവേദിപ്പിച്ചു. അതായത് ഒരു നിവേദനം കൊടുത്തു. ആർക്ക്?
ബ്രഹ്മാവന് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, ഇനി എന്ത് ചെയ്യണം, അങ്ങ് വേണ്ടത് ചെയ്താലും എന്ന് പറഞ്ഞു. അപ്പോൾ മൈത്രേയൻ പറഞ്ഞു അതിൻ്റെ ഭാവാർത്ഥം: അനന്തരം രുദ്രസൈന്യങ്ങളാൽ തോൽപ്പിക്കപ്പെട്ട സകല ദേവസമൂഹങ്ങളും ശൂലം, പട്ടിസം, വാൾ, ഗദ, പരിഘം, മുൽഗരം എന്ന പലവിധ ആയുധങ്ങളേറ്റിട്ട് മുറിഞ്ഞും തകർന്നുമിരിക്കുന്ന അവയവങ്ങളോടുകൂടെ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് സഭാവാസികളെയും കർമ്മം നടത്തിയവരെയും ഒരുമിച്ച് ചേർത്ത് ബ്രഹ്മാവിൻ്റെ സമീപത്ത് ചെന്ന് നമസ്കരിച്ചു. സകല സംഗതികളും ഉണർത്തിച്ചു എന്ന് പറയണം. മൂന്നാമത്തെ ശ്ലോകം: ഉപലഭ്യ പുരേ വൈതത് ഭഗവാനബ്ജ സംഭവ നാരായണശ്ച വിശ്വാത്മാ ന കസ്യാധ്വരമീയതു. അപ്പോൾ ഒരു കാര്യം അവിടെ നടക്കണ്ടായി. ഈ പോക്ക്, ദക്ഷൻ്റെ ഈ പോക്ക് ശരിയല്ല എന്നും അതുകൊണ്ട് അവൻ വിതയ്ക്കുന്ന വിത്ത് അവൻ തന്നെ കൊയ്യട്ടെ എന്നും വിചാരിച്ച് ആ അധ്വരത്തിന് ബ്രഹ്മാവ് പോരുന്നില്ല. ഇതന്നെയാണ് നാരായണൻ സാക്ഷാൽ ശ്രീഹരിയും ചെയ്തത്. പറഞ്ഞു പക്ഷേയോ ഒരു പാഠം പഠിക്കട്ടെ അവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പറഞ്ഞു, ജ്ഞാനസ്വരൂപനായ ബ്രഹ്മാവും സകലരിലും ആത്മാവായിരിക്കുന്ന നാരായണനും. ഇത് നമ്മൾ ഭാഗവതം ആഖ്യാനം വായിച്ചില്ലെങ്കിൽ ഇത് കിട്ടില്ല, ആരും പറഞ്ഞു തരില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ആർക്കും പറഞ്ഞാൽ പിന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സപ്താഹം നോക്കാൻ പറ്റുള്ളൂ. ഒരു സ്ഥലത്ത് 3 കൊല്ലത്തിന് ഒന്നായിട്ട് പിന്നെ കാശ് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സകലരിലും ആത്മാവായിരിക്കുന്ന നാരായണനും മുമ്പേ തന്നെ ഇതറിഞ്ഞിട്ട്, അതാണ് മുമ്പേ തന്നെ ഇതറിഞ്ഞിട്ട് ദക്ഷൻ്റെ യാഗത്തെ പ്രാപിച്ചില്ല, അവിടേക്ക് പോയില്ല, അബ്സെൻ്റ് മാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. എന്തുകൊണ്ടാണ് ബ്രഹ്മാവ് ഈ യാഗത്തിന് വരാതിരുന്നതെന്ന് കാണിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ നിഷ്പക്ഷപാതിതയെ പ്രകാശിപ്പിക്കുന്നു. യാഗം ആരംഭിച്ച് ശ്രീരുദ്രന് ഭാഗം സമർപ്പിക്കാതെയാണെന്നും അതിനാൽ ആ യാഗം നടത്തുന്നവർക്കും നടത്തിക്കുന്നവർക്കും നാശം നേരിടുമെന്നും അങ്ങനെ അവർക്ക് നാശം സംഭവിക്കുന്നത് അവശ്യം തന്നെ എന്നും ജ്ഞാനസ്വരൂപനായ ബ്രഹ്മാവും സർവന്തര്യാമിയായ ശ്രീനാരായണനും അറിഞ്ഞിരുന്നതിനാൽ അവർ രണ്ടുപേരും ദക്ഷൻ്റെ ഈ യാഗത്തിൽ സന്നിഹിതരായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പേജ് 99 നമ്മൾ അവശ്യം മാർക്ക് ചെയ്യണം. എന്തിന്? ആർക്കെങ്കിലും അന്തര്യാമി. അടുത്തത് 4ാമത്തെ ശ്ലോകം. തദാകർണ്യ വിഭുപ്രാഹ തേജീയസി കൃതാഗസി ക്ഷേമായ തത്ര മാം ഭൂയാൻ ന പ്രായേണ ബുഭൂഷതാം. ഈശ്വരൻ അതിനെ കേട്ടിട്ട് പറഞ്ഞു, മഹാത്മാവിൽ അപരാധം ചെയ്തിരിക്കുമ്പോൾ ഉയരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മിക്കതും അതിൽ ക്ഷേമത്തിനായി കൊണ്ട് ഭവിക്കയില്ല എന്ന് പറഞ്ഞാൽ ക്ഷേമം ഭവിക്കില്ല. ഈശ്വരൻ, ശിവൻ ഈശ്വരനാണ്, ശ്രീഹരി ഈശ്വരനാണ്. എന്നാൽ രണ്ടും ഒന്നാണ്. രണ്ടാളുടെയും വ്യത്യസ്ത ജോലി ചെയ്യുമ്പോഴത്തെ പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ ഭാവാർത്ഥം കേട്ടോളൂ. ദേവന്മാർ പറഞ്ഞതിനെ കേട്ടിട്ട് അവരോട് കൽപ്പിപ്പാൻ അധികാരമുള്ള ഈശ്വരനായ ബ്രഹ്മാവ്, ഒരേ ബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു എന്നല്ലേ, അപ്പോൾ 3 ആളും ഈശ്വരന്മാരാണ്. മഹാന്മാർ അപരാധം ചെയ്തിരിക്കുന്നാൽ കൂടെ അവരിൽ അപരാധം ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആർക്കും ആ ആഗ്രഹം ക്ഷേമത്തിനായി കൊണ്ട് ഭവിക്കയില്ലെന്നുള്ളത് പ്രായേണ ലോകത്തിൽ സാധാരണമായ ഒരു നിത്യാനുഭവമാണല്ലോ. അങ്ങനെയിരിക്കെ നിരപരാധികളായ മഹാന്മാരിൽ അപരാധം ചെയ്യുന്നവർക്ക് ക്ഷേമം എങ്ങനെ ഉണ്ടാവും എന്ന് ആണ് ഇവിടെ സ്മരിക്കപ്പെട്ടത്.
ഇനി അഞ്ചാമത്തെ ശ്ലോകം, അത് 4 വരി ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. അധാവിയൂയം കൃതകിൽ ഭിഷാഭവം യേ ബർഹിഷോ ഭാജം പരാദുഹു പ്രസാദയധ്വം പരിശുദ്ധചേതസാ ക്ഷിപ്രപ്രസാദം പ്രഗൃഹീതാംഘ്രിപത്മം. അതിൽ വാക്കാർത്ഥം, യാഗത്തിൻ്റെ ഭാഗത്തെ ഭജിക്കുവാൻ അർഹനായ ശിവനെ യാതൊരുത്തർ നിരാകരിച്ചുവോ, നിങ്ങൾ അപരാധം ചെയ്തവരാണെങ്കിലും പരിശുദ്ധ ഏറ്റവും ശുദ്ധമായ ചേതസ്സോടുകൂടെ പ്രകർഷേണ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന പാദപത്മങ്ങളോടുകൂടിയും വേഗത്തിൽ പ്രസാദിക്കുന്ന സ്വഭാവത്തോടുകൂടിയും ഇരിക്കുന്ന ശ്രീ ശിവനെ പ്രസാദിപ്പിക്കുവാൻ. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ കൈലാസത്ത് പോയിട്ട് നീണ്ടു നിവർന്ന് വീണ് നമസ്കരിക്കുക, അഞ്ജലിബന്ധം ചെയ്ത് ശ്രീ ശിവനെ സ്തുതിക്കൂ. അദ്ദേഹം തന്നെ ഒരു മാർഗം കണ്ടുപിടിച്ച് തരുന്നതാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. യാഗത്തിൽ ഭാഗം നൽകി ആദരിക്കേണ്ടതിന് യോഗ്യനായിരിക്കുന്ന ശ്രീ ശിവനെ നിരാകരിച്ച നിങ്ങൾ അപരാധികളാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് നീച്ച് പോകേണ്ടിയിരുന്നു, ദക്ഷന് കൂട്ടുകൂടാൻ പാടുണ്ടായിരുന്നില്ല. എങ്കിലും ആ അപരാധത്തെ തീർക്കുവാൻ ഉപായം പറഞ്ഞു തരാം, കേൾക്കുവിൻ. കുറ്റം ചെയ്തവർ 2 വിധം പ്രായശ്ചിത്തം ചെയ്യണം. 2 വിധം പ്രായശ്ചിത്തം, ഒന്ന് മനസ്സുകൊണ്ടും മറ്റൊന്ന് ശരീരം കൊണ്ടും. അതുകൊണ്ടാണ് ശരീരത്തിനെ വധിച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് മനസ്സുകൊണ്ടും മറ്റൊന്ന് ശരീരം കൊണ്ടും. അപ്പോൾ ഒന്ന് മനസ്സുകൊണ്ടും മറ്റൊന്ന് ശരീരം കൊണ്ടും. മാഹാത്മ്യം അറിയാതെ അപരാധം ചെയ്തതിനെ കുറിച്ച് പരിതപിക്കുന്നതാണ് മനസ്സാ ചെയ്യേണ്ട പ്രായശ്ചിത്തം. അപ്പോൾ മനസ്സിന് ശുദ്ധി ഉണ്ടായി വരും. അതോടുകൂടെ സ്വ അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ആരുടെ നേരെ അപരാധം ചെയ്തുവോ ആ ശിവൻ്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ച് അപരാധം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് പ്രസാദിപ്പിക്കുവൻ. ആ ദേവനാകട്ടെ ക്ഷിപ്രപ്രസാദിയാകുന്നു. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ശിവൻ്റെ ശിവാലയങ്ങളെ പുഷ്ടിപ്പെടാത്തത്? എന്തോ ഒരു പേടി അവിടെ പോവാൻ. 6-ാമത്തെ ശ്ലോകം, 6, 7, 8 4 ലൈനാണ്, നോക്കുക. ആശാസാന ജീവിതം മധ്വരസ്യ ലോകസപാലാ കുപിതേന യസ്മിൻ തം ആശുദേവം പ്രിയയാ വിഹീനം ക്ഷമാപയധ്വം ഹൃദി വിദ്ധം ദുരുക്തൈഃ. യാതൊരുവൻ കുപിതനായാൽ യോഗപാലസഹിതമായ ലോകത്തെ പരിപാലിക്കുന്നവരോടുകൂടി ഭവിക്കുന്നില്ല, ഉണ്ടാവില്ല. അപ്പോൾ പത്നിയോട് വേറിട്ടിരിക്കുന്നവനും ദുർവാക്കുകളാൽ ഹൃദയത്തിൽ മുറപ്പെട്ടിരിക്കുന്നതുമായ ആ ദേവനെ യാഗത്തിൻ്റെ പുനരുദ്ധാരണത്തെ ആഗ്രഹിക്കുന്ന നിങ്ങൾ ശീഘ്രം പ്രസാദിപ്പിക്കുവിൻ. അതിൻ്റെ ഭാവാർത്ഥാണ് പറയുന്നത്. അഹങ്കാരികളായ ദേവന്മാർ ചിലർ അതിലുണ്ടെന്നറിഞ്ഞ ബ്രഹ്മദേവൻ പിന്നെയും പറയുന്നു, മുടങ്ങിപ്പോയ യാഗത്തെ സാംഗമായി നിവർത്തിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. അംഗം, അതായത് അത് ആരാണ് തുടങ്ങി വെച്ചത് അവരാൽ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ കാലവിളംബം കൂടാതെ ശ്രീ രുദ്രനെ പ്രസാദിപ്പിച്ചു കൊള്ളുവിൻ. യാതൊരുവൻ്റെ കോപം പുറപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ ലോകവും ലോകപാലന്മാരും ഇല്ലാതെയാകുന്നുവോ? ആ ദേവൻ കോപിച്ചിരിക്കുമ്പോൾ യാഗസമ്പൂർത്തി വരുമെന്ന് ശങ്ക പോലും ഉണ്ടാകണ്ട. നിങ്ങളുടെ പ്രവൃത്തി വളരെ കവിഞ്ഞിരിക്കുന്നു, അതായത് ഔട്ട് ഓഫ് കൺട്രോൾ. പിന്നെയോ ദക്ഷധിക്കാരം നിമിത്തം പ്രിയപത്നിയുടെ നാശവും, അതായത് സതീദേവിയുടെ ദുർവാക്കുകൾ നിമിത്തം ഹൃദയത്തിൽ മുറിവും ഏറ്റിരിക്കുന്ന അപ്രകാരം ഇരിക്കുന്ന ശ്രീ ശിവനെ ശീഘ്രം ക്ഷമായാചനപൂർവം പ്രസാദിപ്പിക്കുവിൻ എന്നാണ് പറഞ്ഞത്. 7-ാമത്തെ ശ്ലോകം. ന അഹം ന യജ്ഞോ ന ജയൂയമന്യേ യേ ദേഹഭാജോ മുനയശ്ച തത്വം
വിദുപ്രമാണം ബലവീരയോർവാ യസ്യാത്മതന്ത്രസ്യ യസ്യ ആത്മതന്ത്രസ്യാക ഉപായം വിദിൽസേത്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെ വരിക? ഞാൻ യജ്ഞൻ, നിങ്ങൾ അന്യന്മാരായ യാതൊരു ശരീരികൾ, മുനികൾ എന്നിവർ സ്വതന്ത്രനായിരിക്കുന്ന യാതൊരുവിൻ്റെ പരമാർത്ഥത്തെയും, അതായത് ശിവൻ്റെ പരമാർത്ഥത്തെ നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നാ, ബലവീര്യങ്ങളുടെ പ്രമാണത്തെയും അറിയുന്നില്ല. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്. ഏതൊരുവൻ ഉപായത്തെ ചെയ്യുവാൻ ഇച്ഛിക്കും, ആരാ ഉപായം ചെയ്യുക? അങ്ങനെ ആവുമ്പോൾ തെറ്റ് ആരോട് ചെയ്തോ അവരെ ക്ഷമായാചനം കൊണ്ട് സന്തോഷിപ്പിക്കുക. അപ്പോൾ കാര്യനിർവഹണം ഉണ്ടാവുന്ന പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം ഇനി പറയുന്നത്, സർവാധിപനായ നിന്തുരുവടി തന്നെ യാഗവിഘ്നം തീർത്ത് പരിസമാപ്തി വരുത്തുവാനുള്ള ഉപായം അരുളി ചെയ്യണമെന്നുള്ള ദേവഗണ അഭിപ്രായം അറിഞ്ഞ ഭഗവാൻ ബ്രഹ്മദേവൻ പറഞ്ഞു. ഞാനാകട്ടെ യജ്ഞൻ എന്നു പേരായ ഇപ്പോഴത്തെ ദേവേന്ദ്രനാകട്ടെ നിങ്ങളാവട്ടെ മുനികളാവട്ടെ എന്നു വേണ്ട, ശരീരത്തെ ധരിച്ചിരിക്കുന്ന അന്യന്മാർ ആരാകട്ടെ, അതർ ദാൻ ഈശ്വരന്മാർ, ശ്രീ ശിവന്റെ പരമാർത്ഥ തത്വത്തെയോ ബലവീര്യാദികളെയോ ഗുണങ്ങളുടെ അവധിയെയോ അറിയുന്നവരല്ല. അങ്ങനെയിരിക്കെ ശിവകോപത്തിനുള്ള പരിഹാസമാർഗത്തെ നിശ്ചയിപ്പാൻ ആരെങ്കിലും ഉത്സാഹിക്കുമോ? ശിവപ്രസാദം ഒന്നുകൊണ്ട് മാത്രമല്ലാതെ മറ്റൊരുപായം കൊണ്ടും യാഗപരിസമാപ്തി വരുത്തുവാൻ കഴിയുകയില്ലെന്ന് സിദ്ധാന്തം. അപ്പോൾ ശിവന് അല്ലെങ്കിൽ രുദ്രന് അല്ലെങ്കിൽ പാശുപത അസ്ത്രം കൊടുത്ത എന്താ പറയുക, വേട്ടയ്ക്കൊരു ഹരൻ അല്ലെങ്കിൽ വേട്ടയ്ക്കൊരു മകൻ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. അത് അത്തരം പൂജകൾ വിവരമില്ലായ്മ കൊണ്ട് തടഞ്ഞാലും എന്തുണ്ട്, പണിഷ്മെൻ്റ് ഉണ്ട്. അത് എങ്ങനെയൊക്കെ വരിക എന്നുള്ളത് ദൈവത്തിന് മാത്രമേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ, നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. എപ്പോഴും ഈശ്വരപരമായ കാര്യങ്ങളിൽ വിഘ്നങ്ങൾ വരുത്താൻ പാടില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുക. മനസ്സ്, ശരീരം, ധനം ഒക്കെ മറന്ന് സഹായിക്കുക, അങ്ങനെ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മൈത്രേയർ വിതുരരോട് പറയണു. ശ്ലോകം 8, സയുദ്ധം മാദിശ്യ സുരാനജസ്തൈ സമന്യുത പിതൃഭി സപ്രദേശൈ യയോ സ്വദിഷ്ണ്യാൻ നിലയം പുരുദ്ദശ കൈലാസമദ്രി പ്രവരം പ്രിയം പ്രഭോ. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിക്കുക. ദേവന്മാരോട് ഇങ്ങനെ ആദേശിച്ചിട്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് പ്രജാപതികളോടുകൂടിയ ആ പിതൃക്കളോട് ചേർന്നവനായിട്ട് ആ ബ്രഹ്മാവ് സ്വന്തം സ്ഥാനത്തിൽ നിന്ന് പുരങ്ങളുടെ ശത്രുവായ ശിവൻ്റെ, ഇവിടെ എനിക്ക് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കാനുള്ള കാര്യമുണ്ട്. പുരങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗവതത്തിലും ത്രിപുരങ്ങളെ നശിപ്പിച്ചത് ശിവനാണ്. ഇതൊരു കഥയാണ്. പക്ഷെ സത്യത്തിൽ എന്താ, ത്രിപുരങ്ങളെന്ന് പറഞ്ഞാൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അനുഭവിക്കുന്ന മനുഷ്യ ശരീരങ്ങളുടെ അവസാനം ആരാ ചെയ്യണത്, ലയനം ആരാ ചെയ്യണത്, ഭഗവാൻ ശിവൻ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് പുരങ്ങളുടെ ശത്രുവായ, ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ അല്ല. കാരണം ആത്മാവ് ശിവനും ഹരിയും ഒക്കെ ഒന്നാണ്. അതുകൊണ്ടാണ് ശിവൻ്റെ പ്രിയസ്ഥാനമായ ശ്രേഷ്ഠപർവ്വതമായ കൈലാസത്തെ നോക്കി യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം മൈത്രേയൻ പറഞ്ഞു. ഇപ്രകാരം ബ്രഹ്മാവ് ദേവന്മാരോട് ഉപദേശിച്ചപ്പോൾ ശ്രീ രുദ്രസന്നിധിയിൽ പോവാൻ അവർ ഭയപ്പെട്ടു നിൽക്കുന്നത് കണ്ടിട്ട്
പിതൃക്കളെയും തന്നോടുകൂടെ ചേർത്തിയ ബ്രഹ്മദേവൻ തൻ്റെ സ്ഥാനത്തിൽ നിന്ന് പുറപ്പെട്ട് ശ്രീരുദ്രൻ്റെ പ്രിയവാസസ്ഥാനവും പർവ്വതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠവുമായ കൈലാസത്തെ പ്രാപിച്ചു എന്ന് പറയുന്നു. ഇനി 9ാമത്തെ ശ്ലോകം. ജന്മൗഷധിതപോ മന്ത്രയോഗസിദ്ധൈ ഇതരൈ നരന്മാരല്ലാത്തവർ ദേവന്മാരെന്ന് സങ്കല്പിക്കുക. ജുഷ്ടം കിന്നരഗന്ധർവൈ അപ്സരോഭിർവൃതം സദാ. അപ്പോൾ ഈ കൈലാസം ആരാൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്? ജുഷ്ടം കിന്നര ഗന്ധർവ അപ്സരസുകൾ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകളൊക്കെയാണ് അവിടെ ഉണ്ട്. അതിൻ്റെ വാക്കാർത്ഥം പറയണു. മനുഷ്യന്മാരല്ലാത്ത, അതാണ് മനുഷ്യന്മാരല്ലാത്ത, അതാണ് കൈലാസത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഇതരേ തരാന്ന. അപ്പോൾ ജന്മം, ഔഷധം, തപസ്, മന്ത്രം, യോഗം എന്നിവയാൽ സിദ്ധിയെ പ്രാപിച്ചവരാലും കിന്നരന്മാരാലും ഗന്ധർവന്മാരാലും അപ്സരസുകളാലും എപ്പോഴും ചുറ്റപ്പെട്ടതും സേവിക്കപ്പെട്ടതുമായിരുന്നു, അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയണം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയുന്നത്. ശ്രീ ശിവൻ്റെ പ്രിയവാസസ്ഥാനമായ കൈലാസത്തിൻ്റെ മാഹാത്മ്യത്തെ ഇത് മുതൽ 13 ശ്ലോകം കൊണ്ട് 13 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു. ജന്മന സിദ്ധന്മാർ, ഔഷധമഹിമയാൽ സിദ്ധന്മാർ, തപസ്സിനാൽ സിദ്ധന്മാർ, മന്ത്രോപാസനയാൽ സിദ്ധന്മാർ. 4 തരത്തിലാണ്, 4 തരം. ജന്മന തപസ് ചെയ്തിട്ട്, മന്ത്രം കൊണ്ട്, മരുന്ന് കൊണ്ട്. അപ്പോൾ അതൊന്നുകൂടി പറയാം. സിദ്ധന്മാർ ഔഷധമഹിമയാൽ, തപസ്സിനാൽ, മന്ത്രോപാസനയാൽ, അഷ്ടാംഗ യോഗാഭ്യാസത്താൽ സിദ്ധന്മാർ. ഇങ്ങനെ 5 വിധം ഉണ്ടെന്നാണ് പറഞ്ഞത്. മഹാത്മ്യത്തെ 13 ശ്ലോകം കൊണ്ട് പറഞ്ഞത്. ജന്മന സിദ്ധന്മാർ, അതാണ് 1. പിന്നെ ഔഷധമഹിമ 2, തപസ് 3, മന്ത്രോപാസന 4, അഷ്ടാംഗ യോഗാഭ്യാസം 5. അപ്പോൾ +1, അപ്പോൾ 5 തരം. എന്നിട്ട് പറയണു അഷ്ടാംഗ യോഗത്താൽ സിദ്ധന്മാർ. ഇങ്ങനെ 5 വിധത്തിൽ സിദ്ധിയെ പ്രാപിച്ചത് കൊണ്ട് മനുഷ്യവർഗത്തിൽ നിന്ന് ഉത്കർഷത്തെ പ്രാപിച്ചിരിക്കുന്നവരാലും കിന്നരന്മാർ, ഗന്ധർവന്മാർ, അപ്സരസ്സുകൾ എന്നിവരാലും നിറയപ്പെട്ടതാകുന്നു കൈലാസം എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും അവരവരുടെ പ്രാർത്ഥന സദാസമയവും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.